ഇടുക്കിയിലെ കർഷകരെ കുടിയിറക്കുന്നതിനുള്ള ഗൂഢാലോചനകൾ വനം വകുപ്പ് വഴി സർക്കാർ നടപ്പാക്കുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് എം.പി. വനം വകുപ്പിന്റെ തോന്നിവാസം നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുകയാണ്. കേരളം ഭരിക്കുന്നത് വനം വകുപ്പായി മാറിയിരിക്കുന്നു. റവന്യൂ ഭൂമി പോലും വനമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആനയിറങ്കൽ അടക്കമുള്ള ടൂറിസം മേഖലകൾ വനം വകുപ്പിന്റെ നടപടിയിൽ തകരുകയാണ്. സാധാരണക്കാരുടെ നീതി നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള സർക്കാരിന്റെ നയം വനം വകുപ്പ് നടപ്പിലാക്കുമ്പോൾ സർക്കാരും CPM-ന്റെ ഉന്നത നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്നും എം.പി. കട്ടപ്പനയിൽ പറഞ്ഞു. സത്യത്തിൽ നാട് ഭരിക്കുന്നത് പിണറായി വിജയനല്ല, വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇതിൽ പിണറായി വിജയൻ എന്ത് കാര്യമാണുള്ളത്? ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അധികാരത്തിലിരിക്കുന്നത് തുടരുന്നത്? യാതൊരു കാര്യത്തിലും സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നില്ല. ഇടുക്കിയിലെ കർഷക ജനതയെ കുടിയിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് സർക്കാർ തലത്തിൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റവന്യൂ ഭൂമിയിൽ പോലും വനംവകുപ്പ് കയറി ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് അവകാശപ്പെട്ട് അവിടെ മുഴുവൻ വനമാണെന്നുള്ള ചിത്രീകരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ഇപ്പോൾ തൊമ്മൻകുത്തിൽ കൈവശ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചപ്പോൾ അവിടെ കയറി അതിക്രമം കാണിച്ച് കുരിശിനെ അപമാനിച്ച് അതോടൊപ്പം തന്നെ അവിടെയുള്ള കുടിയേറ്റ കർഷകർക്ക് പട്ടയം ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ചെയ്തു വെച്ച ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയുടെ വിവിധ മേഖലകളിൽ കൂടുതൽ വനഭൂമി ഉണ്ട് എന്ന് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി അവർ ഗൂഢാലോചന നടത്തി. പല മേഖലകളിലും വിജ്ഞാപനം പുറത്തിറക്കി. CHR 2,15,000-അപ്പുറം വരുന്ന ഏക്കർ ഭൂമി വനഭൂമിയാണ് എന്ന് സുപ്രീം കോടതിയിൽ വരെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോലും സത്യവാങ്മൂലം കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നില്ലേ?